വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവരെയും യേശുനാമത്തിൽ ഏറെ സന്തോഷത്തോടും സ്നേഹത്തോടും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ചിന്തിക്കുന്ന വചനഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 38-ാം അധ്യായം 18-ാം തിരുവചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയും, എൻ്റെ പാപത്തെപ്പറ്റി ഞാൻ അനുതപിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ജീവിത അനുഭവത്തിലേക്ക് കടന്നുകൊണ്ടാകട്ടെ ഇന്നത്തെ തുടക്കം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗൃഹനാഥ എന്നെ ഫോണിൽ വിളിച്ച് ഏറെ സങ്കടത്തോടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെപ്പറ്റി പറയുകയുണ്ടായി. 2 കുഞ്ഞുങ്ങളുമായി വീട്ടുജോലി മാത്രം ചെയ്ത് കഴിയുന്ന ഈ വീട്ടമ്മയുടെ ഏക ആശ്രയവും വരുമാന മാർഗവും ഭർത്താവായിരുന്നു. ഗൃഹനാഥയും അവരുടെ ഭർത്താവും 2 കുഞ്ഞുങ്ങളും മാത്രമായിരുന്നു ആ കുടുംബത്തിൽ ജീവിച്ചു വന്നിരുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കായി നാട്ടിൽ നിന്ന് ഏറെ ദൂരെ ഒരു സ്ഥലത്ത് അവർ താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്നു. എന്നാൽ ബിസിനസ്സുകാരനായ ഭർത്താവ് ആദ്യമൊക്കെ കുടുംബത്തെ കാര്യങ്ങളെല്ലാം നോക്കുകയും അന്വേഷിക്കുകയും സ്നേഹപൂർവ്വം ഇടപെടുകയും ഒക്കെ ചെയ്യുമായിരുന്നെങ്കിലും അല്പം സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോയപ്പോൾ പൈസ കടം വാങ്ങുന്ന ആവശ്യത്തിനായി മറ്റൊരു കുടുംബത്തെ സമീപിക്കുകയും ആ കുടുംബവുമായി ഏറെ സ്നേഹബന്ധത്തിൽ ആയിത്തീരുകയും ചെയ്തു. തുടക്കത്തിൽ ഈ ഗൃഹനാഥയും ഭർത്താവും മക്കളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുടുംബാംഗങ്ങളുമായി വളരെ സ്നേഹത്തിലും ഒത്തൊരുമയിലും ഒക്കെ കഴിഞ്ഞു വരികയും ചെയ്തു. കാരണം സാമ്പത്തികമായി ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ തങ്ങളെ സഹായിക്കാൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അവരോട് പലിശയ്ക്ക് കുറച്ചേറെ തുക കടം വാങ്ങിയാണ് ഇവരുടെ ബിസിനസ് നടന്നു വന്നിരുന്നതിനാലും ഏറെക്കുറെ അടുത്ത് ഇടപഴകേണ്ടി വന്നു. എന്നാൽ അധികം താമസിക്കാതെ ഈ ഗൃഹനാഥയ്ക്ക് മനസ്സിലായി ആ കുടുംബത്തിലെ വീട്ടമ്മയുമായി തൻ്റെ ഭർത്താവ് വേണ്ടാത്ത രീതിയിലുള്ള ഒരു അടുപ്പത്തിലേക്കും അത് പതിയെ ഫോണിൽ മെസ്സേജ് വിടുന്നതും ഫോൺ വിളിക്കുന്നതും ഉൾപ്പെടെ ശരിയല്ലാത്ത ഒരു രീതിയിലേക്ക് നീങ്ങുകയും ചെയ്യുകയാണെന്ന്. ഏറെ വേദനയോടും വിഷമത്തോടും കൂടി രാത്രിയുടെ യാമങ്ങളൊക്കെ അദ്ദേഹം അറിയാതെ ഇവർ സങ്കടം കൊണ്ട് കരഞ്ഞു തീർക്കുകയുണ്ടായി. മുട്ടിപ്പായി ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടുമിരുന്നു. എന്നാൽ പറക്കമുറ്റാത്ത ഈ 2 കുഞ്ഞുങ്ങളുമായി ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്ന് ചിന്തിച്ചിരുന്നപ്പോൾ ആ സ്ഥലത്തു നിന്ന് തന്നെ മാറി താമസിച്ചാലോ, നാട്ടിലേക്ക് പോന്നാലോ എന്നുവരെ ചിന്തിച്ച സന്ദർഭങ്ങളുണ്ടായി. എന്നാൽ അവരുടെ ഭർത്താവ് ആ സ്ഥലം വിട്ട് പോരാൻ തയ്യാറല്ലായിരുന്നു. കാരണം ഈ വീട്ടമ്മയുമായിട്ടുള്ള അടുപ്പം തന്നെ മുഖ്യ കാരണം. മാത്രമല്ല, അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണ് എന്ന് ആഴത്തിൽ ഒരു ബോധ്യം ഇല്ലാത്തതായിരുന്നു ഈ വീട്ടമ്മയെ ഏറെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്തു ചോദിച്ചാലും തർക്കിക്കും, ഇവരുടെ വായടയ്ക്കുന്ന രീതിയിൽ സംസാരിക്കും. എനിക്ക് ആ സ്ത്രീയുമായി വേണ്ടാത്ത ബന്ധമൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ സംശയിക്കുന്നത്? ഇത് നിന്റെ മാനസികമായ കുഴപ്പം കൊണ്ടാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. എന്നാൽ ഈ വീട്ടമ്മ വീണ്ടും ഏറെ പ്രാർത്ഥിക്കുകയും
കരയുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ നാട്ടിൽ തന്നെ കഴിഞ്ഞു വന്നു. എന്നെ 2ാം പ്രാവശ്യം വിളിച്ചപ്പോൾ ആ വീട്ടമ്മ പറയുകയുണ്ടായി, മാഡം, എനിക്കിത് കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ നിൽക്കട്ടെ, ഞാനും മക്കളും കൂടെ നാട്ടിലേക്ക് താമസം മാറ്റിയാലോ എന്ന് വരെ ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ വന്നു പോട്ടെ. അങ്ങനെയെങ്കിലും പതിയെ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു ആഗ്രഹവും ഒരു സാഹചര്യവും അദ്ദേഹത്തിനുണ്ടായാൽ അതെത്ര നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണെന്ന്. എന്നാൽ വേറൊരു ക്ലാസ് എടുക്കുന്ന ആവശ്യത്തിനായി അവർ താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് ഞാൻ എത്തപ്പെടുകയും ഞാൻ അവിടെ ക്ലാസ് എടുത്തു എന്ന് മനസ്സിലാക്കിയ വീട്ടമ്മ നേരിട്ട് വന്ന് എന്നെ ആ സ്ഥാപനത്തിൽ സന്ദർശിക്കുകയും ചെയ്തു. ഏറെ ദുഃഖം തോന്നി. കുടുംബം തകരുന്ന വിഷമത്തിൽ മനസ്സ് നീറി കഴിയുന്ന ഒരു വീട്ടമ്മ, അതേപ്പറ്റി അല്പം പോലും തെറ്റാണെന്നുള്ള ചിന്തയില്ലാത്ത ഭർത്താവ്. വീട്ടമ്മ അവസരമൊരുക്കിയതിനാൽ ഞാൻ അദ്ദേഹത്തോട് നേരിട്ടൊന്ന് സംസാരിക്കാനിടയായി. വളരെ മാന്യമായി പെരുമാറുകയും നന്നായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ സ്വകാര്യമായി സൂചിപ്പിച്ചു, ഇങ്ങനെ ഒരു കാര്യം ഭാര്യ പറയുകയുണ്ടായല്ലോ, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഭാര്യ അടുത്തില്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, അവൾ സംശയിക്കുന്നത് ശരിയാണ്. ആദ്യമൊക്കെ ഒരു സാധാരണ അടുപ്പം മാത്രമേ തോന്നിയിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്കില്ലാത്ത ഒരുപാട് സ്വഭാവ സവിശേഷതകൾ ഈ സ്ത്രീക്ക് ഉണ്ടെന്ന് മനസ്സിലായതോടെ എൻ്റെ മനസ്സ് എപ്പോഴോ മെല്ലെ കൈവിട്ടു പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ ചോദിച്ചു, തെറ്റല്ലേ ചെയ്യുന്നത്? ഭാര്യയും 2 കുഞ്ഞുങ്ങളുമില്ലേ? അവിശ്വസ്തത ദൈവസന്നിധിയിൽ പൊറുക്കപ്പെടാനാവാത്ത തെറ്റ് തന്നെയല്ലേ? എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ദിവസവും പള്ളിയിൽ പോകാറുണ്ട്. വിശുദ്ധ ബലിക്കല്ലെങ്കിലും പോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോരാറുണ്ട്. എൻ്റെ ചിന്താഗതികളെയും പ്രവർത്തനങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ദൈവവചനങ്ങൾ എനിക്ക് ഇടയ്ക്ക് ലഭിക്കാറുമുണ്ട്. എനിക്കേറെ വിഷമം തോന്നി. ദൈവവചനത്തെ പോലും വളച്ചൊടിച്ച് തൻ്റേതായിട്ടുള്ള രീതികളിൽ മുന്നോട്ട് പോകാനായി ഒരു സപ്പോർട്ടായി കണക്കിലെടുക്കുന്ന മനുഷ്യർ. ഞാൻ പറഞ്ഞു, അതേത് വചനമാണ് താങ്കൾക്ക് കിട്ടിയതെങ്കിലും താങ്കൾ കുടുംബത്തോട് ചെയ്യുന്നത് അനീതിയാണ്, തെറ്റാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും വാദിക്കുകയുണ്ടായി, അതെങ്ങനെ തെറ്റാകും? ഞാൻ അവരുമായി യാതൊരു രീതിയിലുള്ള ബന്ധത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചൊന്ന് 1-2 സ്ഥലങ്ങളിൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ. വചനങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സഹോദരിയായ ഒരു സ്ത്രീയെയും കൊണ്ട് നടക്കുന്നതിൽ എന്താണ് തെറ്റ്? പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പിന്നെ ഇടയ്ക്കെല്ലാം എന്നെ ഫോണിൽ വിളിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹത്തിന് എവിടെയോ ഒരു സൈഡിൽ അല്പം കുറ്റബോധം തോന്നി തുടങ്ങി. എങ്കിലും സ്വന്തം പ്രവൃത്തി ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ന്യായങ്ങൾ നിരത്തുകയാണ് ഉണ്ടായത്. വീട്ടമ്മയോട് ശക്തമായി പ്രാർത്ഥിച്ചുകൊള്ളാൻ പറഞ്ഞു. ആയിടെയാണ് അവരുടെ ഇടവകയിൽ കുറെ ദൂരെ നിന്ന് ഒരു ധ്യാനഗുരു കടന്നു വന്ന് ധ്യാനം നയിക്കാനിടയായത്. മറ്റൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ കുടുംബസമേതം വൈകുന്നേരമുള്ള ആ ധ്യാന പ്രസംഗങ്ങളിൽ ഈ 5 ദിവസവും ഒന്ന് മുടങ്ങാതെ പങ്കെടുക്കാൻ പറ്റുമോ? ഏറെ നല്ല ഒരു സ്നേഹവും ബഹുമാനവും എന്നോട് പ്രകടിപ്പിച്ചിരുന്ന ഇദ്ദേഹം ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ആ ധ്യാനത്തിന് പോകാം എന്ന് സമ്മതിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ആ ധ്യാനത്തിൽ വെച്ച് ധ്യാനഗുരുവിൻ്റെ ഗുരുമുഖത്തു നിന്ന് തന്നെ കറക്റ്റായിട്ടുള്ള വചനങ്ങൾ ലഭിക്കുകയും അദ്ദേഹം ആ ഒരു ധ്യാനത്തോടെ പകുതി ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. വീണ്ടും ഈ സ്ത്രീയുടെ ശക്തമായ പ്രാർത്ഥനയും ജപമാല 2 കൈയും വിരിച്ചു പിടിച്ചു നിന്ന്
രാത്രിയുടെ യാമങ്ങളിലും പകൽ കിട്ടുന്ന സമയത്തിലും ഒക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 6 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് കംപ്ലീറ്റ് തകരുകയും കടക്കാർ ശല്യം ചെയ്യാൻ ആരംഭിച്ചതോടെ ആ നാട്ടിൽ നിന്ന് തന്നെ വിട്ടു പോരേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴാണ് നേരത്തെ സഹായിച്ചുകൊണ്ടിരുന്ന കുടുംബത്തിൻ്റെ തനിനിറം വെളിയിൽ വന്നുകൊണ്ടിരുന്നത്. ആ നാട്ടിലുള്ള പലരും ഇദ്ദേഹത്തോട് ആ സമയത്ത് പറയുകയുണ്ടായി, ഇതിനു മുമ്പ് പല പ്രാവശ്യം പല കുടുംബങ്ങളെ ഇവർ ഭർത്താവും ഭാര്യയും ചേർന്ന് ഇതുപോലെ പൈസ കടം കൊടുത്ത് പലിശ വാങ്ങിച്ച് അവസാനം അവരുടെ വ്യാപാരം തന്നെ മുടങ്ങിയ മട്ടിലായിട്ടുണ്ട്. ഇത് അവരുടെ ഒരു സ്ഥിരം ടെക്നിക്കാണെന്നത്. പ്രിയപ്പെട്ടവരെ, നാട്ടിലേക്ക് തിരിച്ചു വന്ന ഈ കുടുംബ സ്വത്തായി കിട്ടിയ കുറച്ച് ഭാഗം സ്ഥലം വിൽക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നക്കാരായ കുടുംബത്തിലേക്ക് ആ പൈസ അടയ്ക്കുകയും ചെയ്തതോടെ പൂർണ്ണമായും ആ ഒരു ബന്ധത്തിൽ നിന്ന് അദ്ദേഹം വിടുതൽ പ്രാപിക്കുകയും അതിനുശേഷം വളരെ നല്ല രീതിയിൽ ദൈവ പ്രാർത്ഥനകളുമായി ദൈവിക ശുശ്രൂഷയുമായി ഒത്തിരി ഒന്നും മുൻപിലല്ലെങ്കിൽ പോലും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയുമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു തകർച്ചയിൽ കൂടെയാണെങ്കിലും ദൈവത്തെ കണ്ടെത്തുക എന്നതല്ലേ ജീവിതത്തിൽ സർവപ്രധാനം. ചില തകർച്ചകളിലൂടെയും ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെയും കർത്താവ് നമ്മെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ പ്രാർത്ഥന അല്പം കൂടെ തീഷ്ണതയുള്ളതായി മാറുന്നു. വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ സ്വന്തമാക്കാനും അവർക്ക് സാധിക്കുന്നു. ആ വീട്ടമ്മ ഇപ്പോഴും ഇടയ്ക്കെല്ലാം ഫോണിൽ കൂടെ സംസാരിക്കാറുണ്ട്. ദൈവം തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച വഴികളെക്കുറിച്ച് ഏറെ നന്ദിയോടെ പ്രാർത്ഥനയോടെ അവർ അനുസ്മരിക്കാറുണ്ട്. നല്ല ഒരു കുടുംബവുമായി ഇപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളുമായി പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ആ കുടുംബം പലയിടത്തും ഈ കാര്യം സാക്ഷ്യമായി പറയുക കൂടെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് ഇന്ന് കടക്കാം. അനുതപിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ എല്ലാം അനുതപിക്കാതെ മുന്നോട്ട് പോയാൽ സർവനാശത്തിലേക്കായിരിക്കും നാം നടക്കുന്നത് എന്നും അനുതപിക്കാനായി കിട്ടുന്ന ഓരോ അവസരങ്ങളും ദൈവം വച്ചു നീട്ടുന്ന കൃപയും കരുണയുമായി എടുത്ത് അനുതപിക്കാൻ വൈകാതെ ദൈവത്തിലേക്ക് അടുക്കാൻ നമ്മെ സഹായിക്കുന്നതുമായ വചനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ജെറമ്യായുടെ പുസ്തകം 31-ാം അധ്യായം 19-ാം വചനം ഇങ്ങനെ പറയുന്നു: എനിക്ക് വഴി തെറ്റിപ്പോയി, ഇപ്പോൾ ഞാൻ അനുതപിക്കുന്നു. തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറത്തടിച്ച് കരഞ്ഞു, ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തി. തെറ്റുമായി ധൈര്യമായി മുന്നോട്ട് പോകുന്നതിലും എത്രയോ നല്ലതാണ് എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് അനുതപിക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്. ആ വിലാപം ദൈവത്തിൻ്റെ ചെവിയിലെത്തും. അതിനായി കാത്തിരുന്ന ദൈവം നമ്മെ കരം പിടിച്ച് ഉയർത്തുകയും ചെയ്യും. പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായം 15-ാം തിരുവചനം. അവിടെ ഏലിയ, എലീഷ അവരെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നു. അവരെന്തുമാത്രം ദൈവത്തോട് അടുത്ത് നിന്നുവെന്നും എന്തെല്ലാം അത്ഭുതങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ അവർ ചെയ്തുവെന്നും മനസ്സിലാക്കി വചനം അതിനുശേഷം പറയുകയാണ്. 15-ാം വചനം ഇങ്ങനെ പറയുന്നു: ഇതെല്ലാം കണ്ടിട്ടും ജനം അനുതപിച്ചില്ല, പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല. എന്തുമാത്രം കഷ്ടതയിൽ കൂടെ കടന്നു പോയാലും ചില ആളുകൾ ഒരിക്കലും അനുതപിക്കാൻ കൂട്ടാക്കാറില്ല എന്നതല്ലേ സത്യം. ജെറമ്യായുടെ പുസ്തകം 8-ാം അധ്യായം 6-ാം വചനം ഇങ്ങനെ പറയുന്നു: അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു, അവർ സത്യമല്ല പറഞ്ഞത്. എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവനും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിക്കുന്നില്ല. പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് പോകുന്നു. ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് തിരുത്താൻ തയ്യാറാകാതെ അല്പം കൂടെ ഈ തെറ്റിൻ്റെ വഴിയിൽ കൂടെ ഒന്ന് സഞ്ചരിച്ചിട്ട് പിന്തിരിയാം എന്നാണ് മനുഷ്യൻ്റെ കണക്കുകൂട്ടൽ.
പക്ഷെ ദൈവം എന്നാണ് ജീവൻ എടുക്കുന്നത് എന്ന് ആരും അറിയുന്നില്ലല്ലോ. ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥാപനത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഒരു വിദ്യാർത്ഥിനി ഏറെ വഴിവിട്ട രീതിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഞാൻ ആ സമയത്ത് ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട്, ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായ ഈ പെൺകുട്ടി തെറ്റിൻ്റെ വഴിയിലൂടെയാണല്ലോ സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ പെൺകുട്ടി എന്നോട് തിരിച്ചു പറയുകയുണ്ടായി, മാഡത്തിന് എത്ര വയസ്സുണ്ട്? അന്ന് എനിക്ക് 40 വയസ്സോളം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് 40 വയസ്സുണ്ട്. ആ പെൺകുട്ടി എന്നോട് തിരിച്ചു ചോദിച്ചു, മാഡം എത്രാമത്തെ വയസ്സിലാണ് ധ്യാനം കൂടി ഇങ്ങനെ ദൈവഭക്തിയിലേക്ക് നയിക്കപ്പെട്ടത്? ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ഏകദേശം 5-6 വർഷത്തോളമായിട്ടുണ്ടാവും ഞാനൊരു നവീകരണ ധ്യാനമൊക്കെ കൂടി. അതിനുശേഷമാണ് ഇങ്ങനെ വചനം പറയണമെന്നും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും ഒക്കെ എനിക്ക് തോന്നി തുടങ്ങിയത് എന്ന്. പെൺകുട്ടി എന്നോട് പറഞ്ഞു, എനിക്ക് 19 വയസ്സേ ആയിട്ടുള്ളൂ മാഡം. മാഡം കർത്താവിലേക്ക് തിരിഞ്ഞ ആ പ്രായം എത്തുമ്പോഴേക്കും ഞാൻ കർത്താവിലേക്ക് തിരിച്ചു വന്നോളാം. ഇപ്പോൾ നല്ല പ്രായമല്ലേ, ഞാനൊന്ന് അടിച്ചു പൊളിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എനിക്ക് പിന്നീട് ഒന്നും പറയാൻ സാധിച്ചില്ല. ആ പെൺകുട്ടി അത്ര മാത്രം ആഴമായി തെറ്റിൻ്റെ വഴിയിലൂടെ പോവുകയായിരുന്നു. ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞു വരിക എന്നത് അവളെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമായിരുന്നില്ല താനും. പ്രിയപ്പെട്ടവരെ, അത്രയും അവൾ പറഞ്ഞ സമയമൊന്നും ആയില്ല. അതിനു മുമ്പ് ഒരു ക്ഷയരോഗവും എയ്ഡ്സും ഒക്കെ ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റിന് ക്ലാസ് എടുത്തതിൻ്റെ ഭാഗമായി ആശുപത്രി സന്ദർശനം നോർത്ത് ഇന്ത്യയിൽ ചെയ്തപ്പോൾ അവിടെ ഒരു ബെഡിൽ ഈ പെൺകുട്ടി കുനിഞ്ഞിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. ഒരു വാർഡിൽ ഏകദേശം 16 സ്ത്രീകളോളം ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികളും ആ കൂടെ ഉണ്ടായിരുന്നു. എയ്ഡ്സ് എന്ന അസുഖം ബാധിച്ച് ചികിത്സയിൽ ഇരുന്നിരുന്ന അവരുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് ഓരോരുത്തരോടുമല്ല കേട്ടോ, ഒന്നിച്ചൊരു ക്ലാസ് ഞങ്ങൾ 3 പേരുൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് എടുത്ത് തിരിഞ്ഞു നടക്കുമ്പോൾ ഈ പെൺകുട്ടി എന്നെ പുറകിൽ നിന്ന് വിളിച്ചു. മറ്റൊരു സംസ്ഥാനമായതുകൊണ്ട് മലയാളത്തിൽ സംസാരിക്കുന്ന കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പെൺകുട്ടി എന്നോട് ചോദിച്ചു, മാഡത്തിന് എന്നെ മനസ്സിലായിട്ടും എന്താണ് മിണ്ടാതെ പോകുന്നത്? ഞാൻ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പോയത്. പേരെന്താണ്? പ്രിയപ്പെട്ടവരെ, എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഈ പെൺകുട്ടി പഠിച്ചിരുന്ന സ്ഥാപനത്തിൻ്റെ പേരും സ്വന്തം പേരും പറഞ്ഞപ്പോൾ ഞാൻ 2 പ്രാവശ്യം കൂടെ ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഏറെ സുന്ദരിയും ചടുലതയോടെ വർത്തമാനം പറയുന്നവളും എനർജറ്റിക്കായിട്ട് ഓടി നടക്കുന്നവളുമായ ഈ പെൺകുട്ടി കല്യാണം കഴിച്ച് ഇവൾക്ക് എയ്ഡ്സ് എന്ന രോഗമുള്ളെന്ന് അറിഞ്ഞത് ഗർഭിണിയായി കുഞ്ഞിനെ പ്രസവിക്കാനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴാണ്. അതോടെ ഭർത്താവ് ഉപേക്ഷിച്ചു. 2 വയസ്സുള്ള ചെറിയ ഒരു കുട്ടിയുമായി നാട്ടിലേക്ക് പോലും പോകാൻ സാധിക്കാതെ എയ്ഡ്സ് ബാധിച്ച രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു കേന്ദ്രത്തിൽ അഡ്മിറ്റായി ഇനി യാതൊരു പുരോഗതിക്ക് സാധ്യതയില്ലാതെ മരണം കാത്തു കഴിയുന്ന അവസ്ഥയിൽ കാണാനിടയായി. ഏറെ വിഷമം തോന്നി. ഏങ്ങലടിച്ച് കരയുന്ന അവളോട് കർത്താവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാനും കർത്താവ് കരുണ കാണിക്കും, ക്ഷമിക്കും എന്ന് പറയാനും മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ. ഏറെ സങ്കടം തോന്നി. ചില വചനങ്ങളൊക്കെ ഏറ്റു പറയാനായിട്ട് കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു, മാഡം ഞാനിപ്പോൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിളാണ് എൻ്റെ തുണ എന്ന് പറഞ്ഞ് തലയണയ്ക്കടിയിൽ നിന്ന് ഒരു പുതിയ നിയമം എടുത്ത് എന്നെ കാണിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വഴികളിൽ നിന്ന് തിരിയാൻ നാം ഒരിക്കലും വൈകിക്കൂടാ എന്നാണ് ഈ അനുഭവങ്ങളെല്ലാം നമ്മോട് സംസാരിക്കുന്നത്. വീണ്ടും ജെറമ്യായുടെ പുസ്തകം 9-ാം അധ്യായം 5-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, അവർ അയൽക്കാരനെ വഞ്ചിക്കുന്നു, ഒരുത്തനും സത്യം പറയുന്നില്ല, അതിക്രമത്തിൽ മുഴുകിയ അവർ അനുതപിക്കുന്നും ഇല്ല. ജെറമ്യായുടെ പുസ്തകം
44 അധ്യായം 10 ഇങ്ങനെ പറയുന്നു, അവർ ഇതുവരെയും അനുതപിച്ചില്ല, അവർ ഭയപ്പെടുകയോ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നൽകിയ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയോ ചെയ്തില്ല. കർത്താവിൻ്റെ വിഷമം കലർന്ന ഒരു വചനമാണ് നാം ഈ കാണുന്നത്. മത്തായി 21 അധ്യായം 32 ഇങ്ങനെ പറയുന്നു, എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു, നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. ലൂക്കായുടെ സുവിശേഷം 16 അധ്യായം 30 ഇങ്ങനെ പറയുന്നു, ധനവാന്റെ ലാസറിന്റെ ഉപമയാണ്. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രഹാമേ, അങ്ങനെയല്ല, മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവൻ അനുതപിക്കും. യേശു പറഞ്ഞ എന്താണെന്ന് നമുക്കറിയാം. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവർ അവനെ അനുസരിക്കട്ടെ. വെളിപാടിൻ്റെ പുസ്തകം 3 അധ്യായം 19 ഇങ്ങനെ പറയുന്നു, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീഷ്ണതയുള്ളവനാവുക, അനുതപിക്കുക, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. നമ്മുടെ പല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും എല്ലാം നമ്മെ നമ്മുടെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് എന്നത് ശക്തമായി പറയുന്ന ഏതാനും വചനങ്ങൾ കൂടെ നമുക്കൊന്ന് നോക്കാം. വെളിപാടിൻ്റെ പുസ്തകം 16 അധ്യായം 9 ഇങ്ങനെ പറയുന്നു, അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തെരിഞ്ഞു, ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ നാമം അവർ ദൂഷിച്ചു, അവർ അനുതപിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. കോവിഡ് മഹാമാരി അതിൻ്റെ തീഷ്ണഭാവത്തിൽ കാണപ്പെട്ടപ്പോൾ ഒത്തിരി ആളുകൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു. എന്നാൽ അതിലും അനുതപിക്കാൻ കൂട്ടാക്കാത്ത എത്രയോ മനുഷ്യർ നമുക്കിടയിൽ തന്നെയുണ്ട്. വീണ്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 78 അധ്യായം 34 ഇങ്ങനെ പറയുന്നു, അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടുത്തെ തേടി, അവർ അനുതപിച്ച് ദൈവത്തിലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 15 അധ്യായം 7-10 ഇങ്ങനെ പറയുന്നു, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മുമ്പിൽ സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാവും. ജെറമ്യായുടെ പുസ്തകം 26 അധ്യായം 3-13 എന്നീ വചനങ്ങൾ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും നന്നാക്കുവിൻ, കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുവിൻ, നിങ്ങൾക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അപ്പോൾ അവിടുന്ന് അനുതപിക്കും. നല്ല വഴിയിലേക്ക് നാം തിരിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മേൽ വരുത്താനിരിക്കുന്ന അനർത്ഥങ്ങൾ കർത്താവ് പിൻവലിക്കും എന്നാണ് ഈ വചനം പറയുന്നത്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8 അധ്യായം 22 അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുതപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക, ഒരുപക്ഷെ നിന്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും. 2 പത്രോസ് 3:9 അല്പം ശക്തമായിട്ട് പറയുകയാണ് വചനം. ഇങ്ങനെ പറയുന്നു, കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതിനാൽ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എത്രയോ വചനങ്ങളാണ് അനുതപിക്കാൻ സമയമായെന്നും നാം സ്വയം നീതീകരിക്കാതെ നമ്മുടെ ചെറിയ തെറ്റുകളെക്കുറിച്ച് പോലും അനുതപിച്ച് ആകുലപ്പെട്ട് കരഞ്ഞ് വിലപിച്ച് കർത്താവിലേക്ക് ഏറെ തിരിയാൻ ഇടയാക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കണമെന്ന് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. വീണ്ടും തീക്ഷ്ണമായ 1-2 വചനങ്ങൾ കൂടെ നമ്മൾക്ക് കടന്നു പോകണം. വെളിപാടിൻ്റെ പുസ്തകം 3 അധ്യായം 3 ശക്തമായ വാണിംഗ് നമുക്ക് തരികയാണ്. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുതപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ആയുസ് എത്ര നാള് എന്നറിയായികയാൽ എന്നും നാം ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. അനുതാപത്തിൻ്റെ വരം നമുക്ക് ലഭിക്കാനായി നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അവസാനമായി ഒരു വചനം കൂടെ നമുക്ക് നോക്കാം. വെളിപാടിൻ്റെ പുസ്തകം 2 അധ്യായം 5 ഇങ്ങനെ പറയുന്നു,
അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളിലൂടെ നാം ഇപ്പോൾ കടന്നു പോവുകയായിരുന്നല്ലോ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. അനുതാപത്തിൻ്റെ കൃപയും വരവും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചെറിയ തെറ്റുകൾ പോലും ദൈവസന്നിധിയിൽ നമ്മെ അങ്ങോട്ട് ചെല്ലാൻ അനുവദിക്കാത്തവയാണെന്ന് മനസ്സിലാക്കി ഓരോ സൂചനയും തക്ക സമയം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്കാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അനുതപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അങ്ങ് ഞങ്ങളോട് ഇത്രയും സമയം വചനങ്ങളിലൂടെ സംസാരിക്കുകയായിരുന്നല്ലോ. കർത്താവെ, അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയ സകല അപരാധങ്ങളും ക്ഷമിച്ച് ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുതപിക്കാത്ത കുടുംബാംഗങ്ങളെ ഓർത്ത് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ ഈ സമയം അങ്ങേ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് ചെവി കൊടുക്കണമേ. അങ്ങ് നീതിമാന്മാരുടെ പ്രാർത്ഥന കേട്ട് ഒരുപാട് ആളുകളെ തിന്മയിൽ നിന്ന് രക്ഷിച്ചവനാണല്ലോ. കർത്താവെ, പ്രാർത്ഥിക്കുന്ന അമ്മമാരോട് കൂടെ ഉണ്ടാകണമേ. മാതാപിതാക്കളുടെ വിഷമം നീ കാണണമേ. മക്കളുടെ അനുതാപത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന, കുടുംബാംഗങ്ങളുടെ അനുതാപത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന, മാതാപിതാക്കൾ അനുതപിച്ച് പിന്തിരിയാനായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥന കർത്താവെ അങ്ങ് കേൾക്കണമേ. ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ശരിയായിട്ടുള്ള അനുതാപത്തിലേക്ക് കടക്കാനും അങ്ങയുടെ പുത്രൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ചേർന്ന് നിൽക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ഈശോയോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് പാപബോധവും പശ്ചാത്താപവും തരണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.